Hi friends, welcome to our YouTube channel Tips for Happy Life. നമ്മൾ പലരും പൊറോട്ട കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. പൊറോട്ട ഇഷ്ടപ്പെടുന്ന ഒരാളുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. മൈദ എന്നത് നമ്മുടെ ഗോതമ്പ് ശുദ്ധീകരിച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്. ഇതിൽ ശുദ്ധീകരണ സമയത്ത് ബ്ലീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് സോഫ്റ്റ് ആകാനായിട്ട് ചെറിയ രീതിയിൽ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പണ്ടൊക്കെ പോസ്റ്റർ ഒട്ടിക്കാനായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് മൈദ. അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു സംശയം തോന്നും, നമ്മുടെ കുടലിൽ ഈ മൈദ ഒട്ടിപ്പിടിച്ചിരിക്കുമോ, പറ്റിപ്പിടിച്ചിരിക്കുമോ, ദഹിക്കാൻ പ്രയാസമുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. പൊറോട്ട കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മുടെ ഇടയിൽ കൂടുതലും. അത് അന്നജം കൂടുതൽ ഉള്ള ഭാഗമാണ് മൈദ. ഗോതമ്പിൻ്റെ തവിടും പുറന്തോടും ചേർന്നുള്ളതാണ് ആട്ട അഥവാ ഗോതമ്പൊടി. അപ്പോൾ ഗോതമ്പൊടി വേറെ, മൈദ വേറെ, മനസ്സിലായില്ലേ? ശുദ്ധീകരണത്തിൻ്റെ ആദ്യ സ്റ്റെപ്പിൽ കിട്ടുന്നതാണ് റവ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ മൈദ എന്ന് പറയുന്നത്. മൈദയിൽ ശരിക്കും പറഞ്ഞ അന്നജമാണ് ഉള്ളത്. നമ്മൾ കഴിക്കുന്ന ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ മൈദ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കേരളീയരുടെ പ്രധാന ഭക്ഷണമായ കപ്പയിലുള്ളതും അന്നജം തന്നെയാണ്. അതുകൊണ്ട് ഒത്തിരി പേടിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈദയിൽ അതിൽ നിന്നുള്ള ചെറിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ വരുന്നു എന്നുള്ളതാണ് ഒരു ചെറിയൊരു പ്രശ്നം. ബേക്കറി ഐറ്റംസ് എന്ത് തന്നെയാണെങ്കിലും കേക്ക് ആണെങ്കിലും ഒക്കെ പൊങ്ങാനായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അലോക്സിനും ബെൻസോയിൽ പെറോക്സൈഡും എന്ന കെമിക്കലുമാണ് ഇതിനായിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന പരാതിയുള്ള ഒരു കെമിക്കൽസ്. മൈദ ശരിക്കും പറഞ്ഞാൽ ഒരു മഞ്ഞ നിറമാണ്. ഈ കെമിക്കൽ പ്രോസസ്സിങ്ങിലൂടെ വരുമ്പോഴാണ് ഇത് വെളുത്ത നിറം കൈവരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ അളവിൽ കെമിക്കൽസ് കേക്ക്, ബ്രെഡ്, കുക്കീസ് എന്നിവയൊക്കെ നിർമ്മിക്കുമ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പൊറോട്ട പോലുള്ള കാര്യങ്ങൾ, ഇറച്ചിയും ഒത്തിരി നെയ്യുള്ള കാര്യങ്ങളുടെ കൂടെ കഴിക്കുമ്പോൾ അത് ഹെൽത്തിന് പിന്നെയും ദോഷമായിട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്. ഇനി ഡയബറ്റിക്സ് ഉള്ളവർ മൈദ ഉപയോഗിച്ചുണ്ടാകുന്ന പൊറോട്ട പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് ദോഷമായിട്ട് വരുന്നു. അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുന്നതും ഇതേ എഫക്റ്റ് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ മൈദയുടെ ബ്ലീച്ചിങ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന അലോക്സിൻ എന്ന കെമിക്കൽ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് വല്ലപ്പോഴും നമ്മൾ പൊറോട്ട കഴിച്ചതുകൊണ്ട് ഹെൽത്ത് ഇഷ്യൂസ് വലുതായിട്ട് ഉണ്ടാകുന്നില്ല. എന്നാൽ ഇത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കി കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഗോതമ്പ് ഉപയോഗിച്ചുള്ള പൊറോട്ടയും ഇന്ന് ലഭ്യമാണ്. പക്ഷേ അതിലും ഈ സോഫ്റ്റ് ആകാനായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൈദയിൽ നാരിൻ്റെ അംശം കുറവാണ്. അപ്പോൾ ദഹന സംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും പെട്ടെന്ന് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൂടെ ഉണ്ടാകുന്ന വ്യക്തികൾ ഇത്തരം മൈദ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രൂട്ട്സോ വെജിറ്റബിൾ സാലഡോ ഒക്കെ ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുടലിൽ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് ചവച്ചരച്ച് വേണം കഴിക്കാൻ. അതുപോലെ ധാരാളം വെള്ളവും കുടിക്കുക. നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് എണ്ണയുടെ കാര്യത്തിലൊക്കെ 100% നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാര്യം ഇത് മായം കലരാത്ത അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ച എണ്ണയല്ല എന്നുള്ള ഗുണനിലവാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടാകുന്നു. അല്ലാത്ത കേസിൽ നമുക്ക് എത്ര പ്രാവശ്യം ചൂടാക്കിയ എണ്ണയാണ് ഈ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ല. അങ്ങനെ പല പ്രാവശ്യം യൂസ് ചെയ്ത എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് പല മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്തായാലും മൈദ ദഹിക്കാനായിട്ട് സാധാരണ ഭക്ഷണത്തെക്കാളും കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഡെയിലി ഒരു ശീലമാക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മൈദ അടങ്ങിയ ഫുഡ്, പൊറോട്ടയൊക്കെ രാവിലെ പണിക്കാർ കഴിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ അത് കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം അവർ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ കേസിൽ ഇത് അപകടമുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് ധാരാളമായിട്ട് എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. പൊറോട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവുകൾ, അനുഭവങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സാധിക്കുന്ന എല്ലാവരും തന്നെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ചെയ്യുക.
നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ട് ഞാൻ വരാം. ആരുടെയെങ്കിലും കമൻസ് ഞാൻ റിപ്ലൈ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. കാരണം ഒരു കമൻറ്റിൻ്റെ അടിയിൽ അടുത്ത കമൻറ്റ് വരുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടാറില്ല. അതാണ് കാര്യം. അപ്പോൾ വീണ്ടും പുതിയ കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.